പ്രിയപ്പെട്ടവർക്കെല്ലാം ചിന്താപ്രഭാതത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ്, പുതുശ്ശേരിക്കടവ്, വയനാട്. ഇന്ന് 2024 ഒക്ടോബർ മാസം 4, കൊല്ലവർഷം 1200, കന്നിമാസം 18, ഹിജറ വർഷം 1446, റബിയുൽ അവ്വൽ 30, വെള്ളിയാഴ്ച. പ്രത്യുപകാരം പ്രതീക്ഷിക്കേണ്ട. അവകാശവാദങ്ങളും ആലേഖനങ്ങളുമില്ലാതെ സംഭവിക്കുന്ന നന്മകളാണ് അത്ഭുതം സൃഷ്ടിക്കുന്നത്. വലിച്ചെറിയപ്പെടുന്ന വിത്തിലൂടെയാണ് വനങ്ങൾ പോലും രൂപപ്പെടുന്നത്. എല്ലാ കർമ്മങ്ങളും സ്വന്തം മുഖം പതിപ്പിക്കാനുള്ള ഉദ്യമങ്ങളാവരുത്. പേരെഴുതി വേലികെട്ടി സംരക്ഷിക്കുന്നവയൊക്കെ ഒറ്റപ്പെട്ടതായി അവസാനിക്കുകയേ ഉള്ളൂ. ഒരാളുടെ ശരീരവും മനസ്സും അയാൾ ജീവിക്കുന്ന ചുറ്റുപാടിനോട് കടപ്പെട്ടിരിക്കുന്നു. ബഹുമാനിക്കാൻ അറിയാത്തവരെയും സ്നേഹിക്കാൻ കഴിയുന്ന അധികാരികളാണ് സ്ഥാനത്തിനപ്പുറവും പ്രശസ്തരാക്കുന്നത്. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വല്ല സഹായവും ആവശ്യമായി വരുമ്പോൾ സർവേശ്വരൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചു അവരെ ആത്മാർത്ഥമായി സഹായിക്കുക. പ്രത്യുപകാരമായി നന്ദിയുടെ പൂച്ചെണ്ടും പ്രശംസാവചനങ്ങളും പ്രതീക്ഷിക്കരുത്. അത് ഒരിക്കലും ലഭിച്ചു കൊള്ളണമെന്നില്ല. നാം കഴിയുന്നത്ര ഉപകാരങ്ങൾ ചെയ്യുക. സുഖമാണോ അത് ചോദിക്കുന്ന 100 മനുഷ്യരെക്കാൾ നിനക്കെന്തേ സുഖമില്ലാത്തത് എന്ന് ചോദിക്കുന്ന മനുഷ്യരാവാൻ നാം ശ്രമിക്കുക. ജീവിതത്തിൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ എല്ലാം നമുക്ക് ശരിയാക്കാമെടാ എന്ന് പറയുന്ന ബന്ധുക്കളാകാൻ നാം ശ്രമിക്കുക. എത്ര തിരക്കിലും നമ്മെ തിരക്കാൻ കണ്ടെത്തുന്ന ശബ്ദത്തിലോ ഭാവത്തിലോ ചെറിയ വ്യത്യാസങ്ങളിലോ പോലും മനസ്സിലാക്കി നമ്മളെ ചേർത്തു പിടിക്കുന്ന സന്തോഷങ്ങൾ പങ്കിടാൻ കൂടെയില്ലെങ്കിലും സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടെ ചേർന്ന് നിൽക്കുന്ന, ജീവിതത്തെ തൊട്ടറിയുന്ന, ഹൃദയത്തെ തൊട്ടറിയുന്ന, മുറിവുകളിൽ മധുരം പുരട്ടുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആത്മാർത്ഥരായ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവർക്കാവട്ടെ നമ്മുടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട്. അല്ലാതെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ഭ്രാന്താലയങ്ങളിലേക്ക് തള്ളിയിടുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അല്ല നമുക്കാവശ്യം. ചിന്താപ്രഭാതം ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ. ഏവർക്കും ജുമുഅ മുബാറക്.